പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വാഗ്ദാന പേടകത്തിന്മേൽ ദൈവത്തിൻ്റെ മേഘം ഷേക്കിന വന്ന് ആവരണം ചെയ്യുമായിരുന്നു. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്നിരുന്ന ദൈവത്തിൻ്റെ മേഘം ഷേക്കിന ആയിരുന്നു പരിശുദ്ധാത്മാവ്. ദൈവകൃപയാൽ നിറയപ്പെട്ട പരിശുദ്ധ അമ്മ നമ്മെ ഈ ലോകമായകളുടെ വിഷത്തുള്ളിയേക്കാതെ, പാപത്തിൻ്റെ വെയിലേറ്റു വാടാതെ തൻ്റെ കൃപയുടെ കുടക്കീഴിൽ സംരക്ഷിക്കട്ടെ. അമ്മയുടെ കർമ്മലോത്തിരിയത്തിൻ്റെ തണലിൽ നമ്മെ മറയ്ക്കട്ടെ. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റു വാടാതെ, മഴ നിലാവെന്ന പോൽ മനം മടുത്തിടാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം
പരിശുദ്ധരാജ്ഞി മാതാവേ, നൽകണമേ നിത്യസഹായം. പരിശുദ്ധരാജ്ഞി മാതാവേ, നൽകണമേ നിത്യസഹായം. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ, തണൽ മരമെന്ന പോൽ വെയിലേറ്റു വാടാതെ, മഴനിലാവെന്ന പോൽ മനം മടുത്തിടാതെ, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം, മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ഹൃദയത്തിലൂടെ 7 വാൾ കടന്നു പോകുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം പ്രസിദ്ധമാണല്ലോ, വ്യാകുല മാതാവിൻ്റെ ചിത്രം. മറിയത്തെക്കുറിച്ച് നമ്മൾ മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ശിമയോൻ്റെ പ്രവചനമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവചിക്കുകയാണ്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറയുകയാണ്. അപ്പോൾ മറിയത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ കുരിശിനൊപ്പം തൻ്റെ ഹൃദയത്തിൻ്റെ വാൾ അതിനോട് ചേർത്ത് വെച്ച് സഹരക്ഷകയായിട്ട് മാറുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കാണാം. ഒരമ്മയ്ക്ക് കുരിശെന്ന് പറയുന്നത് അത് നെഞ്ചിലെരിയുന്ന നെരിപ്പോടാണ്. മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ നമുക്ക് കാണാം. വിശുദ്ധ ബ്രിഡ്ജറ്റിന് ഉണ്ടായ ഒരു ദർശനത്തിൽ ആ വിശുദ്ധ പറയുകയാണ്, മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായതിനാൽ യേശുവിനുണ്ടാകാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഹൃദയത്തിൽ ഈ വാൾ കടന്നു കയറി. നേരത്തെ തന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധ ബ്രിഡ്ജറ്റ് പറയുന്നു, ആ പരിശുദ്ധ അമ്മ യേശുവിന് പാലൂട്ടിയപ്പോൾ കുരിശിൽ കിടന്ന് യേശു പറയുന്ന വചനം, എനിക്ക് ദാഹിക്കുന്നു എന്നത് ഓർമ്മ വന്നു. ആ മകനെ കുഞ്ഞു വസ്ത്രങ്ങൾ അണിയിച്ചപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രം വലിച്ചു കീറുന്നത് മറിയം മനസ്സിൽ കണ്ടു എന്ന് പറയുന്നു. മകനെ അരയിൽ ചരട് കെട്ടി ആ ഉടുപ്പ് ഉറപ്പിക്കുമ്പോൾ യേശുവിനെ ബന്ധനസ്ഥനാക്കുന്ന ആ ചിന്ത മനസ്സിലേക്ക് വന്നു. ഈ കുഞ്ഞ് യേശുവിനെ കരങ്ങളിലെടുത്ത് തോളിലേക്ക് ഉയർത്തുമ്പോൾ ആ അമ്മ കണ്ടത് കുരിശിൽ ഉയർത്തപ്പെടുന്ന യേശുവിനെയാണ്. അതുപോലെ തന്നെ വീണ്ടും ഈ കുഞ്ഞിനെ ഉറക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന യേശുവിനെ കാണാനും, ഈ കുഞ്ഞ് തൻ്റെ ഇളം കൈകാലുകളിട്ട് അടിച്ചപ്പോൾ അതിൽ ആണിപ്പഴുതുകൾ കാണാനായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ നെഞ്ചിലെരിയുന്ന നെരിപ്പോടായിട്ട് ആ കുരിശ് കൂടെ ഉണ്ടായിരുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വ്യാകുലമാണ് ഈജിപ്തിലേക്കുള്ള പലായനം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹെറോദേസിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി മറിയം ഈജിപ്തിലേക്ക് പോയി. പണ്ഡിതന്മാർ പറയുന്നത് 30 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ അത്രയും ദൂരം ആരാണ് പോകുന്നത്? ആദ്യ പ്രസവത്തിൻ്റെ ആകുലതകൾ മാറാത്ത ഒരു സ്ത്രീ ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് പലായനം ചെയ്യുന്ന കാഴ്ച കാണുകയാണ്. അപ്പോൾ ഇത് മറ്റൊരു വ്യാകുലമാണ്, മറിയത്തിൻ്റെ രണ്ടാമത്തെ വ്യാകുലമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി മൂന്നാമത്, യേശുവിനെ നഷ്ടപ്പെടുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2:45 നമുക്കറിയാം, യേശു ബാലനായ യേശുവിനെ കാണാതാകുന്നുണ്ട്.
വിശുദ്ധർ പറയുന്നത് മറ്റ് വ്യാകുലങ്ങളെക്കാളും മറിയത്തെ ഏറ്റവും വേദനിപ്പിച്ചത് ഈ ഒരു വ്യാകുലമാണ്. കാരണം മറ്റ് വ്യാകുലങ്ങളുടെ സമയത്ത് യേശു കൂടെയുണ്ട്. ഈ വ്യാകുലം അനുഭവിക്കുമ്പോൾ, നഷ്ടപ്പെടലിൻ്റെ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടത് ദൈവമാണ്. വിശുദ്ധ അഗസ്റ്റിൻ അതുകൊണ്ട് പറയാറുണ്ട്, നിങ്ങളുടെ കഴുതയെ കാണാതെ പോയാൽ, നിങ്ങളുടെ കാളയെ കാണാതെ പോയാൽ നിങ്ങൾ അത് കണ്ടുകിട്ടുവോളം അന്വേഷിക്കാറില്ലേ? പക്ഷെ ദൈവത്തെ കാണാതെ പോയാൽ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? മറിയത്തെ പോലെ നീ ദൈവത്തെ അന്വേഷിക്കൂ എന്ന് വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ നഷ്ടപ്പെട്ട യേശുവിനെ അന്വേഷിച്ചു പോകുന്ന പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുകയാണ്. മറിയത്തിൻ്റെ നാലാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് കുരിശിൻ്റെ പാതയിൽ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 27-ലാണ്. അവിടെ പറയുന്നത് യേശുവിൻ്റെ കണ്ണാടിയായി മാറി മറിയം. കാരണം യേശുവിൻ്റെ മുറിവുകൾ കണ്ടപ്പോൾ അതിൻ്റെ തീവ്രത മുഴുവൻ തെളിഞ്ഞു വന്നത് മറിയത്തിൻ്റെ മുഖത്താണ്. അപ്പോൾ അമ്മ ഒരു കണ്ണാടിയാണ്. അമ്മ എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ് അല്ലേ? അപ്പോൾ മക്കളുടെ കുറവുകൾ അമ്മയുടെ മുഖത്ത് വരും. മക്കളെ കാണുമ്പോൾ അവിടെ കുറവുകൾ ആ അമ്മയുടെ മുഖത്ത് പ്രതിഫലിക്കും. അപ്പോൾ താൻ എത്രമാത്രം മുറിവേറ്റുവെന്ന് യേശുവിന് പോലും മനസ്സിലായത് അമ്മയാകുന്ന കണ്ണാടിയിൽ നോക്കിയപ്പോഴാണെന്ന് വിശുദ്ധർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബാലമണിയമ്മ, നമ്മൾ മലയാളത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന ആ കവയിത്രി പറയുന്നുണ്ട്, ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളുമെൻ ആത്മാവിനെ കുത്തി നോവിക്കുന്നു. അതായത് ഒരു അമ്മയുടെ ഉള്ളവൾക്ക് ഏത് കുഞ്ഞിൻ്റെ കാലിൽ മുള്ളുകൊണ്ടാലും അതവരുടെ നെഞ്ചിലാണ് തറയുന്നത്. അപ്പോൾ ഈ മകൻ്റെ ദേഹം മുഴുവൻ മുറിവുകളുമായി വരുമ്പോൾ ആ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്ന് വിശുദ്ധർ ധ്യാനിക്കുന്നുണ്ട്. ഇനി മറിയത്തിൻ്റെ അഞ്ചാമത്തെ വ്യാകുലമായി പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു എന്ന്. എ ന്യൂ സ്പീഷീസ് ഓഫ് മാർട്ടിഡം എന്നാണ് അതിനെ പറയുന്നത്. ഒരു പുതിയ തരം ഒരു രക്തസാക്ഷിത്വം, മരിക്കാതെ മരിക്കുന്ന അമ്മ. അപ്പോൾ വേദന കൊണ്ട് നീറുന്ന അമ്മ. ആ യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ രക്തസാക്ഷിത്വത്തെ ഒറ്റ വാക്കിൽ ഒതുക്കിയെന്ന് ചില ഗ്രന്ഥകാരന്മാർ പറയുന്നു. നിന്നു. ഷീ സ്റ്റുഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അമ്മ കാണുന്നത്? ചിലർ തലയാട്ടി യേശുവിനെ പരിഹസിക്കുന്നു, കൂടെയുള്ള കള്ളൻ പരിഹസിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്, എല്ലാവരും വെല്ലുവിളിക്കുന്നു. ആ മകനെ വെല്ലുവിളിക്കുന്നു. എന്തിന്? മരിച്ചു കഴിഞ്ഞപ്പോൾ പോലും കുന്തം കൊണ്ട് ഹൃദയം കുത്തിമുറിക്കുന്നു. ഇതെല്ലാം ഒരു അമ്മ നിന്ന് കണ്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പലരും പറയും ഇറ്റ് ഈസ് എ ന്യൂ സ്പീഷീസ് ഓഫ് മാർട്ടിഡം, ഒരു പുതിയ തരം മാർട്ടിഡം. രക്തം ചൊരിയാതെ തന്നെ രക്തസാക്ഷിയാകുന്ന ആ അമ്മ ഒരു പുതിയ രക്തസാക്ഷിത്വ രീതി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയാണ്, ഇതിലെ കുരിശിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കവിടെ 2 അൾത്താരകൾ കാണാം. കുരിശിൻ്റെ ചുവട്ടിൽ ബലി നടന്നപ്പോൾ 2 അൾത്താരകൾ കാണാം. ഒന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ മറ്റൊന്ന് മറിയത്തിൻ്റെ ഹൃദയമാവുന്ന അൾത്താരയാണ്. അപ്പോൾ 2 അൾത്താരകൾ നിങ്ങൾക്കവിടെ കാണാമെന്ന് പറയുകയാണ്. ഇനി ആറാമതായി മറിയത്തിൻ്റെ വ്യാകുലമായി പറയുന്നത് യേശുവിൻ്റെ മൃതദേഹം മടിയിൽ കിടത്തുന്ന ആ ഒരു സന്ദർഭമാണ്. അവിടെ നമുക്കറിയാം എല്ലാ അമ്മമാരുടെയും സ്വപ്നം എന്താണ്? സ്വന്തം മകൻ്റെ മടിയിൽ കിടന്ന് മരിക്കുക. അതൊരു ഭാഗ്യമല്ലേ അല്ലേ? സ്വന്തം മകൻ്റെ മടിയിൽ കിടന്ന് മരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് ആ ഭാഗ്യമുണ്ടായില്ല. മരിച്ച മകൻ്റെ മൃതദേഹം മടിയിലേറ്റുവാങ്ങാൻ, ബലിവസ്തു മടിയിലേറ്റുവാങ്ങിയവളാണ് പരിശുദ്ധമ്മ. അപ്പോൾ എന്തൊരു വൈരുദ്ധ്യമാണ്! അപ്പോൾ അത്രമാത്രം വലിയ വേദനയോടെ മറിയം കടന്നുപോയി എന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലാൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു മരിയ ഭക്തൻ പറയുന്നത്, യേശു മരിച്ചു കഴിഞ്ഞതിനാൽ ആ സഹനം നടന്നില്ല. കാരണം യേശുവിനത് ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മറിയം അപ്പോഴും ജീവനോടെയുണ്ട്. അപ്പോൾ ആ സഹനത്തിൻ്റെ ലിസ്റ്റ് പൂർത്തിയാവുന്നത് മറിയത്തിലൂടെയാണെന്ന് ഒരു മരിയ ഭക്തൻ പറയുകയാണ്. അവസാനമായി
മറിയത്തിൻ്റെ ഏഴാമത്തെ വ്യാകുലമായിട്ട് പറയുന്നത് യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 41-42 മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ചില സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മറിയം ഒരുപക്ഷെ ഈ സഹനത്തിൽ മരിച്ചു പോകും. കാരണം മൃതദേഹം മടിയിൽ ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് മറിയം മരിച്ചു പോകാതിരിക്കാൻ എളുപ്പം യേശുവിനെ സംസ്കരിക്കുവാൻ ശിഷ്യന്മാർ മുന്നോട്ട് വന്നു എന്ന് പറയുകയാണ്. കാരണം ഒരു അമ്മയുടെ ഹൃദയം അത്രമാത്രം വേദനിച്ചു. അതുകൊണ്ട് വിശുദ്ധ ബ്രിജറ്റ് പറയുന്നുണ്ട്, ആ സ്വർഗത്തിലെ സകല മാലാഖമാരും യേശുവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രദർശനത്തിൽ സ്വർഗത്തിലെ അനേകായിരം മാലാഖമാരോടൊപ്പം പരിശുദ്ധ കന്യകാ മറിയവും പങ്കെടുത്തു എന്ന് പറയാണ്. അപ്പോൾ യേശുവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആ വലിയ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ അമ്മയും പങ്കെടുത്തു. എന്നിട്ട് ബ്രിജറ്റ് പറയുന്നു, പരിശുദ്ധ അമ്മ പറയാതെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, മകനോടൊപ്പം ജീവനോടെ കല്ലറയിൽ അടക്കപ്പെടാൻ ഞാൻ ആശിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. കാരണം മകനെ വേർപിരിയാൻ പറ്റാത്ത അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ ഫുൾജൻസിയൂസ് ആ പുണ്യവാളൻ പറയുകയാണ്, കല്ലറയിൽ അടക്കപ്പെട്ടത് ഒരു ശരീരവും രണ്ട് ഹൃദയവുമാണ് എന്നാണ്. അപ്പോൾ ഒരു ശരീരം എന്ന് പറയുന്നത് യേശുവിൻ്റെ, രണ്ട് ഹൃദയം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഹൃദയത്തോടൊപ്പം മറിയത്തിൻ്റെ ഹൃദയവും കല്ലറയിൽ അടക്കപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, യേശുവിൻ്റെ ബലി പൂർത്തിയാക്കാൻ യേശുവിനെ സഹായിച്ച സാന്നിധ്യമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ബലി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സാന്നിധ്യമാണ്. അച്ഛൻ കുർബാനയ്ക്കൊക്കെ ഒരുങ്ങുമ്പോൾ എപ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇതാ മകൻ ഇതാ ബലി അർപ്പിക്കാൻ പോവുകയാണ്, ഈ ബലി ഭക്തിയോടെ ഒരുക്കത്തോടെ ചൊല്ലാൻ പരിശുദ്ധ അമ്മേ എൻ്റെ അടുത്ത് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കാരണം കുരിശിൻ്റെ നിഴൽപ്പാടിൽ മറിയമുണ്ടായിരുന്നു. ഓരോ കുരിശിൻ്റെ നിഴൽപ്പാടിലും നമ്മുടെ അമ്മ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഒരു സഹകാർമ്മികയായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്. കാരണം ആ ബലിജീവിതം, യേശുവിൻ്റെ ബലിജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കൂടെ ഒരു ബലിയായി അൾത്താരയായി നടന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെയൊക്കെ സഹനങ്ങളുടെ നിഴൽപ്പാടിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട്. മേരി ദ മദർ ഓഫ് ജീസസ് സ്റ്റുഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. ആ നിൽക്കുന്ന അമ്മയെ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അമ്മയെ നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ സഹനങ്ങളിൽ വ്യാകുലമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മരിയ ഭക്തനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇപ്രകാരമാണ്: അവസാന വിധിക്ക് ശേഷം മാത്രമേ മറിയത്തിന് വിശ്രമം ലഭിക്കുകയുള്ളൂ. ആ നിമിഷം വരെ മറിയം തൻ്റെ മക്കളുടെ കാര്യത്തിൽ തിരക്കുള്ളവളാണ്. കുരിശിൻ ചുവട്ടിൽ ചങ്കുപിടയുന്ന വേദനയോടെ നിൽക്കുമ്പോൾ തൻ്റെ പുത്രനിൽ നിന്ന് ആമേൻ പറഞ്ഞ് ഏറ്റുവാങ്ങിയതാണ് മാനവകുലത്തിൻ്റെ മുഴുവൻ മാതൃത്വം എന്ന മഹനീയ ദൗത്യം. തൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയുള്ള നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ അറിയുന്ന അമ്മയോട് ചാരി നിൽക്കാം. അമ്മ തൻ്റെ മാതൃവാത്സല്യത്തിൽ നമ്മെ പൊതിഞ്ഞു പിടിക്കട്ടെ. നിന്നോളം നീ എന്നെ ഉയർത്തുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ കൈവിരൽ തുമ്പിൽ നിന്നും വിട്ട് അകലങ്ങളിലേക്ക് ഞങ്ങൾ ഓടിയകലുമ്പോൾ അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരയണമേ.